ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേവ് മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കടുത്തുരുത്തിയിലാണ് കേട്ടോ. കടുത്തുരുത്തിൽ എന്ന് പറയാൻ കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ മാംഗോ മെഡോസിലാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്രികൾച്ചറൽ തീം പാർക്കിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ മാംഗോ മെഡോസിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പം നമുക്ക് മാംഗോ മെഡോസിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി അകത്തേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മാംഗോ മെഡോസിന്റെ ടിക്കറ്റ് കൗണ്ടർ. നമ്മളിവിടെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം പെർ ഹെഡ് 350 രൂപയാണ് വരുന്നത്. ഒരാൾക്ക് 350 രൂപ വെച്ച് വരും. അപ്പം ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു, ഞാനും ഇതിനും ഉണ്ടെന്ന്. അപ്പം പിന്നെ അതിൻ്റെ ബോട്ടിംഗ് ഉണ്ട്, പിന്നെ ട്രെയിന്, ബസ് സർവീസ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിനെല്ലാം എക്സ്ട്രാ പേയ്മെന്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓക്കെ, അപ്പം കൂടുതൽ കാഴ്ച കാണാൻ വേണ്ടി നമുക്ക് അകത്തേക്ക് പോകാം. ഇതിനെ പോരെ ബാ. അപ്പം ഇതിലാണ് കേട്ടോ നമ്മൾ എൻട്രൻസ്. അകത്തേക്ക് കയറുന്നത് ഈ വഴിയാണ്, മാംഗോ മെഡോസിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അതൊക്കെ കയറുവാണ്. ചേട്ടാ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കുറച്ചു നേരം ആദ്യം വരുന്നവർക്ക് കുറച്ച് ഗൈഡൻസ്, ചെറിയ ക്ലാസ്സും സംഭവമൊക്കെ ഉണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി അവിടെ ഒരു ചെയർ ഉണ്ട്, അങ്ങോട്ടിരുന്നു എന്നാണ് ചേട്ടൻ നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ക്ലാസ് ഒന്ന് ചെയ്തതായിട്ട് കൂടാം. ചാർജ് വരും. ബസ് ട്രെയിൻ ബസ് റൈഡിങ്ങിനാണ്. അത് റൈഡിങ്ങിന് ശേഷം 5 മണിയാകുമ്പോൾ പാർക്ക് ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പം ആദ്യം വരുന്നവർക്ക് ഇവിടുന്ന് കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ട്. കാരണം ഇവിടെ 350 ആ എമൗണ്ടിൻ്റെ അകത്ത് ഉള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫിഷിങ്ങും ബോട്ടിങ്ങും പറയുമ്പോൾ നമ്മുടെ പെഡൽ ബോട്ട് സംഭവങ്ങൾ, കാര്യങ്ങൾ, പിന്നെന്താണ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ വഴിയെ പറയാം. അപ്പോൾ അതൊക്കെ ഈ 350 വരുന്നതാണ്. പിന്നെ ബാക്കി കുറേ എക്സ്ട്രാ എമൗണ്ട് അടച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ഗൈഡിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം വരുന്നവർക്ക് വേണ്ടി അവർ കുറേ ചെറിയ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി ഗൈഡിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ മാംഗോ മെഡോസിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളോട് ഇന്നുള്ള നമ്മൾ ഗൈഡായിട്ട് കിട്ടുന്നത് നമ്മുടെ രതി ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ രതി ചേച്ചിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്, നമ്മളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ കാഴ്ചകൾ കാണാൻ വേണ്ടി ചേച്ചി ഇതിലാണ് പോണേ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പോൾ നമ്മുടെ ഈ ഇടതുവശം ചേർന്ന് ഈ കാണുന്ന സംഭവം, ഇത് ചേച്ചി പറഞ്ഞത് നമ്മുടെ കുറേ സംസ്ഥാനങ്ങളുടെ, ഓരോ സംസ്ഥാനങ്ങളുടെയും മരങ്ങളും സംഭവങ്ങളും കാര്യങ്ങളും, അതായത് ആ സംസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട മരങ്ങളൊക്കെയാണ് ഈ സൈഡിൽ അവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ കാഴ്ചകൾ, വ്യത്യസ്തങ്ങളായ കുറേ കാഴ്ചകൾ നമ്മുടെ മാംഗോ മെഡോസ് നമുക്ക് കാണാറുണ്ട് കേട്ടോ. അപ്പം ഈ കാണുന്നതാണ് മീനൂട്ട് പാലം കേട്ടോ. അപ്പോൾ ഇവിടുന്നാണ് നമ്മുടെ ഗൈഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ചേച്ചി നമ്മൾ പറഞ്ഞത്. മീനൂട്ട്, ശരി ശരി. മീനൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതീയ ആചാരങ്ങളും വിശ്വാസങ്ങളും പ്രകാരം മീനൂട്ട് എന്നൊക്കെ ഒരു പുണ്യപ്രവൃത്തിയാണ്. അതായത് അവനവൻ ചെയ്ത പാപങ്ങളുടെ കാഠിന്യമൊക്കെ കുറയുന്നു, ഇവിടെ നമുക്ക് പുണ്യം ലഭിക്കുന്നൊക്കെ. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ അതിന്റെ വലിയ സംഭവം നമുക്ക് എനിക്കറിയില്ലായിരുന്നു, പുതിയ അറിവാണ്. ഓക്കെ, ഒട്ടുമിക്ക പുണ്യക്ഷേത്രങ്ങളിലൊക്കെ അതാണ് അതിന്റെ പിന്നിലുള്ള സംഭവം അല്ലേ. ഓക്കെ, നമ്മൾ ചെയ്ത പാപത്തിന് നമുക്കൊരു മോചനം കിട്ടുന്ന പോലെ അല്ലേ, ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ നമുക്ക് ഇതിനകത്ത് 64 ടൈപ്പ് മീനുകളാണ്, നമ്മുടെ നാടൻ കാർപ്പ് മത്സ്യങ്ങളൊക്കെയാണ്. ശരി ശരി. ഈ മീനൂട്ട് പാലം ചെയ്തേക്ക് നമ്മുടെ 1 രൂപയുടെ കോയിൻ പഞ്ച് ചെയ്തെടുത്തതിന്റെ ബാലൻസ് ഷീറ്റ് ആണ്. അത് ശരി. ഓക്കെ ഓക്കെ, അതൊരു പുതിയ അറിവാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ പാലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതായത് ഈ കാണുന്നത് നമ്മുടെ 1 രൂപ കോയിൻസ് കട്ട് ചെയ്തതിന്റെ ബാക്കി വന്ന പോർഷൻസ് അല്ലേ. ഓക്കെ, അത് കൊള്ളാലോ. അറുപത്തിനാല് ടൈപ്പ് മത്സ്യങ്ങൾ അല്ലേ, നാടൻ കാർപ്പ് മത്സ്യങ്ങൾ. ഓക്കെ, ഓ ശരി 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 ശരി. കൊള്ളാം. ഇത് അത്യാവശ്യം നല്ല ആഴമുള്ള കുളമാണോ? 6 അടി മിച്ചം ആഴമുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഒരു മീനൂട്ടോട് കൂടി, അതായത് ചേച്ചി പറഞ്ഞ പോലെ ഒരു പുണ്യപ്രവൃത്തിയാണ് മീനൂട്ട്. അതുപോലെ ഏതാണ് നമ്മൾ ചെയ്ത പാവങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം, അതാണ് അതിന്റെ പിന്നിലുള്ള കൺസെപ്റ്റ് എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പം മിഥുനെ 3-4 കിലോ വേണ്ടി വരും. ഇതാണ് മീൻ ഇപ്പോഴേ വന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അങ്ങോട്ട് മീനൂട്ട് നടത്താൻ പോവാണ്. ഇട്ട പൊളി തന്നെ കുത്തിപ്പറിച്ചോണ്ട് പോവാട്ടോ.
ആവൂലിയാണ് ഏതാ കറുത്ത ആവൂലി. ആവൂലി. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഒരുപാട് മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇതിനെ ആവൂലിയുണ്ട്, കരിമീനുണ്ട്, രോഗുണ്ട്, സിലോപ്പിയുണ്ട്, പിന്നെ നമ്മുടെ നാടൻ കായൽ കറുത്ത മത്സ്യങ്ങളൊക്കെ ഇല്ലേ? ശരി ശരി ശരി. അതുകൊണ്ട് പിന്നെ കാർത്ത മത്സ്യം കരിമീനൊക്കെ ഉണ്ട്. അതല്ലേ, ഒരു പിടി തന്നെ മിഥുനും കൊടുക്കട്ടെ. മിഥുനെ, നീ ചെയ്ത പാവത്തിൽ നല്ല ഒരു മോചനം നേടാൻ നിനക്ക് ഒരു അവസരം വന്നിരിക്കുക. അത് പിടിച്ചോ, കിട്ടോ കിട്ടോ കിട്ടടാ. കൊള്ളാം. മിഥുൻ ഒരുപാട് പാവം ചെയ്തോണ്ടാ ഓടി വന്ന് മീൻ മൊത്തം കഴിച്ചു. അപ്പൊ നമ്മൾ അങ്ങനെ ആ മീനൂട്ട് എന്ന് പറഞ്ഞ ആ പുണ്യപ്രവൃത്തി കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ചേച്ചി ഇവിടെ കുറെ സംഭവങ്ങൾ കാണാം. ഇതൊക്കെ എന്നെ സാധനമാണ്. നമുക്ക് ഇവിടെ മൊത്തം 22 കോട്ടേജുകളുണ്ട്. കോട്ടേജസ് ഉണ്ടല്ലേ? നമുക്ക് ഈ കുളത്തിന് ചുറ്റും കാണുന്നത് നമ്മുടെ പ്രീമിയം കാറ്റഗറിപ്പെടുന്ന 4 കോട്ടേജുകളാണ്. ഇതിന്റെ പ്രത്യേകത നമ്മൾ ഇവിടെ മീനൂട്ടൊക്കെ ചെയ്ത പോലെ നമുക്ക് ഈ മുറിയുടെ അകത്ത് നിന്നോട് ചെയ്യാൻ പറ്റും. അതിനുള്ള സൗകര്യം ഉണ്ടല്ലേ? ഇങ്ങനെയൊക്കെ റൂമിന്റെ അകത്ത് നിന്ന് കാണാൻ പറ്റും. അതൊരു ടവറാണ്, വാച്ച് ടവർ. അതാണ് വാച്ച് ടവർ അല്ലേ? അത് 6 നിലയുണ്ട്. 6 നില. നമുക്ക് ഈ മാംഗോമോഡസിന്റെ സിംഗിൾ വ്യൂ മൊത്തം കാണാൻ ഫുള്ള് കാണാൻ പറ്റും. നമ്മള് സ്റ്റെപ്പ് വഴി തന്നെ കയറണം കേട്ടോ. ശരി ശരി. പിന്നെ ഇവിടെ നമുക്കൊരു ഓപ്പൺ സ്റ്റേജ് ആണ് വരുന്നത്. ഓപ്പൺ സ്റ്റേജ് ഉള്ള ഇവിടെ ഈ നൈറ്റിലൊക്കെ പ്രോഗ്രാം ഒക്കെ നടത്തുമ്പോൾ ഇവിടെ ഒരു നാടൻ പാട്ടൊക്കെ മനസ്സിലായി. അത് കൊള്ളാം കേട്ടോ. അതൊരു സംഭവമായിട്ടുള്ള കേട്ടോ. സംഭവം സൂപ്പർ ആകട്ടോ. ഇവിടെ ചെറിയ സ്റ്റേജ് അറ്റ്മോസ്ഫിയർ ആണ് അല്ലേ? ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ അതുപോലെ നമ്മൾ ഇവിടെ താമസിക്കുന്നവർക്കല്ലേ അല്ലേ? മനസ്സിലായി. അങ്ങനെ പാക്കേജ് ആയിട്ട് വരുന്നവർക്കൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ആണ് അത്യാവശ്യം കാര്യങ്ങളും പരിപാടിയൊക്കെ അവതരിപ്പിക്കാനും അവർക്ക് ഒന്നിച്ചിരുന്ന് അല്ലെ എൻജോയ് ചെയ്യാനും സംഭവം കൊള്ളാം കേട്ടോ. സംഭവം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് പോണേ. മരങ്ങളാണ്. അപ്പൊ മാംഗോമോഡസിലെ വിശിഷ്ടങ്ങളായ ഇതിന് മേളിൽ അല്ലേ? ഓക്കെ, നല്ല വ്യൂ ആയിരിക്കും അല്ലേ? ഓക്കെ. പിന്നെ ഇവിടെ നമുക്കൊരു നാടൻ വള്ളമുണ്ട്. നമ്മുടെ ടിക്കറ്റിൽ തന്നെ ഇൻക്ലൂഡ് ആണ്. നമുക്കത് 5 മണി വരെയാണ് അതിന്റെ ടൈം. നമ്മൾ തന്നെ തുഴയണം. അല്ല, അവിടെ സ്റ്റാഫ് ഉണ്ട്. ശരി ശരി ശരി. വളരെ കയറാൻ പേടിയാ. എന്നാലും ചുമ്മാ കയറുക, ഫ്രീ ആന്ന് പറഞ്ഞോണ്ട് മാത്രം. ഫ്രീ അല്ല, ഇത് നമ്മൾ ആദ്യം പേ ചെയ്ത് 350 പെടുന്ന സംഭവമാണ് കേട്ടോ അല്ലേ? വള്ളവും പിന്നെ മറ്റേ പെഡൽ ബോട്ടോ ഉണ്ട്, പിന്നെ സൈക്കിൾ ഗോകാർട്ട് ഇതൊക്കെ നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആണ്. റൈഡുകളൊക്കെ ഉണ്ട്, ആർച്ചറി ഷൂട്ട് ചെയ്യാം. ശരി 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 ശരി. അപ്പൊ എന്തായാലും നമ്മളെല്ലാം പതുക്കെ ഒരു എത്ര 5 മണി വരെയല്ലേ? ഓക്കെ. ചേച്ചി 1 മണിക്കൂർ നമ്മളോട് കാണത്തുള്ളൂ അല്ലേ? 1 മണിക്കൂറല്ലേ ഉള്ളൂ? അത്യാവശ്യം 1 മണിക്കൂർ കൊണ്ട് ചേച്ചി നമുക്ക് ഇവിടുത്തെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും, സംഭവങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോണത് മരങ്ങളൊക്കെ അല്ലേ? മാംഗോമോഡസിലെ വിശിഷ്ടങ്ങളായ കുറച്ച് അതിമനോഹരമായ കുറച്ച് മരങ്ങളും ഇത് ഔഷധ ചെടികളും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്നാന്ന് അറിയില്ല. അപ്പൊ നമുക്ക് ചേച്ചി എല്ലാം പറഞ്ഞ് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് ചെറിയ സ്നാക്സ് ബാർ ആണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ചേച്ചി ഐസ്ക്രീംസ് ഒക്കെ ഉണ്ടോ? ഐസ്ക്രീംസ്, ജ്യൂസ് ഐറ്റംസ് എല്ലാ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. മേടിക്കാനുള്ള ചെറിയ സ്നാക്സ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ. അപ്പൊ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നീലക്കൊടുവേലി. ഓക്കെ ഓക്കെ. ഇതിനെ ഒന്ന് ശരിക്കും സൂം ചെയ്തു കേട്ടോ. നീലക്കൊടുവേലി നമ്മള് കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ ഇത് ഭയങ്കര ഐശ്വര്യം കിട്ടുന്ന സംഭവം എന്നൊക്കെ പറയാം. ഓക്കെ. ഇതിന്റെ പേരാണ് നീലക്കൊടുവേലി. ഇത് അനേകം വിത്തുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഔഷധ പ്ലാന്റ് ആണ്. ഇതിന്റെ വേരിനാണ് പ്രത്യേകത. നമ്മുടെ നീലക്കൊടുവേലിയുടെ പേര് നമ്മുടെ കയ്യിൽ പിടിച്ചെന്ത് ആഗ്രഹം പറഞ്ഞാലും അത് സാധിക്കും, ഒരു വിശ്വാസമാണ്. പിന്നെ നമ്മളിത് നീലക്കൊടുവേലിയാണെന്ന് തിരിച്ചറിയുന്നത് ഇതിന്റെ വേര് നമ്മൾ ഒഴുക്കുള്ള വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒഴുക്കിനെതിരായിട്ട് ഇത് സഞ്ചരിക്കും. പിന്നെ ഉപ്പൻ ചെമ്പൊത്ത് എന്നൊക്കെ പറയുന്ന പക്ഷി അത് കൂടുകൂട്ടുന്ന ഇതിന്റെ വേര് കൊണ്ടാണ്. നമുക്ക് ഇതിന്റെ വേരെടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാവുന്ന വിശ്വാസം. ഇത് നമ്മുടെ വീട്ടിൽ അരിപ്പെട്ടിയില് പണപ്പെട്ടിയിലൊക്കെ ഇതിന്റെ വേര് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അരിയും മണമൊക്കെ പൊലിച്ചു വരുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ നീലക്കൊടുവേലി. ഇവിടെ ഷാജി പാപ്പൻ പറയുന്ന നീലക്കൊടുവേലി അത് ഇവിടെ നമ്മുടെ മാംഗോമോഡസ് നിപ്പുണ്ട് അല്ലേ? ഓക്കെ. അടുത്ത തന്നെ ചിഹ്നമുള്ള നമുക്ക് കാണാനുള്ള അടുത്തത് ഇവിടെ ഒരു അമ്മച്ചിപ്രാവ് മാർത്താണ്ഡവർമ്മ എന്നൊരു ബോർഡ് ഉണ്ടാവും. അതായത് മാർത്താണ്ഡവർമ്മ പണ്ട് യുദ്ധകാലത്ത് ജീവരക്ഷാർത്ഥം ഒളിച്ചിരുന്നത് ഒരു പ്ലാവിന്റെ പൊട്ടിലാണ്. അത് നെയ്യാറ്റിൻകരയിലാണ്. അപ്പൊ അതിന്റെ സ്മരണാർത്ഥം ഞങ്ങളുടെ സാറി കേവിന് ചുറ്റും ഇവിടെ 21 തരം വെറൈറ്റി പാവുകൾ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിവിടെ ചക്രവിശേഷം എന്നൊരു തീമുണ്ട്. ശരി 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 ശരി. സാറെന്ന് പറഞ്ഞു, സാറിന്റെ പേര് കുര്യൻ സാർ അല്ലേ? കുര്യൻ സാർ. ഓക്കെ. അപ്പം ആ കുര്യൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു വ്യക്തിയാണ്. ഈ സംഭവം 10-15 വർഷത്തോളം പ്ലാനിങ്ങിന് ശേഷം ഇങ്ങനെ ഒരു മാംഗോമോഡസ് എന്ന് പറയുന്ന സംഭവം ഏകദേശം 30 ഏക്കർ അല്ലേ? 30-35 ഏക്കറോളം തിങ്ങി നിൽക്കുന്ന ഈ മരങ്ങളും വൃക്ഷങ്ങളും പിന്നെ ഈ കാണുന്ന സംഭവങ്ങളെല്ലാം നമ്മളൊന്നും കണ്ടിട്ടില്ല. ബാക്കി കാഴ്ചയിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതെല്ലാം ഇവിടെ തയ്യാറാക്കിയത് അതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുര്യൻ ചേട്ടനാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ബാക്കി പിന്നെ സംസാരിക്കാം.
ബാക്കി കാഴ്ചയിലേക്ക് പോവാം അല്ലേ? അപ്പൊ നമ്മുടെ അമ്മച്ചി പ്ലാവ് കണ്ടു. നമുക്കിവിടെ ചക്ക വിശേഷം എന്നൊരു തീമും കൂടിയുണ്ട് അതിന്റെ കൂടെ കേട്ടോ. ആ ശരി ശരി. ചേച്ചിയുണ്ട് ചക്കയുടെ തോന്നുന്നുണ്ട്. ആ ഓക്കെ. ആ കണ്ടു 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 കണ്ടു. അതിന്റെ പേര് ചക്ക വിശേഷോ എന്നാ പറഞ്ഞേ? ചക്ക വിശേഷം ഒരു തീമും ഉണ്ട്. നമുക്കിവിടെ 21 വെറൈറ്റി പ്ലാവുകളല്ലേ. ആ ഓക്കെ. ശരി ശരി ശരി. അടുത്തത് നമ്മൾ കാണാൻ പോണ നമ്മുടെ വിശുദ്ധ ബൈബിളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. അതായത് ഏദൻ തോട്ടം അല്ലേ ചേച്ചി? ഏദൻ തോട്ടം അതാണ്. ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് ഒന്ന് ഐതിഹ്യം ഒന്ന് പറയാം. ഐതിഹ്യമല്ല, സംഭവം ഒന്ന് പറയാമോ? ഇത് ആദഹോവയാണ്. അപ്പൊ നമ്മുടെ ഏദൻ തോട്ടം എന്ന് പറയാം. നമുക്ക് ഇതിന്റെ അകത്ത് 174 ഇനം ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട്. 174. അത് ശരി, ഫലവൃക്ഷങ്ങളുണ്ടല്ലേ? പിന്നെ പല വെറൈറ്റി ചാമ്പയൊക്കെ ഉണ്ട്. ഇതിന്റെ എൻട്രി നമുക്ക് അവിടെയാണ്. അകത്ത് കയറിയിട്ട് നമുക്ക് ഇവിടം വരെ വരാം. അത് ശരി, ഓക്കെ. അത് നമുക്ക് ബാക്കി പിന്നെ കാണിക്കാം കേട്ടോ. അതെല്ലാം കാണിക്കാം. ഇവിടെ സ്റ്റാച്യൂസ് ഇവിടെ കണ്ടായിരുന്നോ? അത് ഹവ. ഓക്കെ. അപ്പം ഒരു ഏദൻ തോട്ടം സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതായത് നമുക്ക് ഈ മാംഗോ മോഡോസിൽ ഒത്തിരി തീമുകളൊക്കെ ഉണ്ട്. അതായത് സസ്യവും സാഹിത്യവും, വിഷവും സസ്യങ്ങളും, ആയുർവേദ യോഗങ്ങളും. അപ്പൊ നമ്മുടെ സസ്യ സാഹിത്യത്തിൽ ഉൾപ്പെടുന്നതാണ് ശിംശിബ വൃക്ഷവും സീതാദേവിയും, പിന്നെ മാധവിക്കുട്ടി, നീർമാധവും, കൃഷ്ണനും കടമ്പും. അപ്പൊ നമ്മുടെ രാമായണം എന്ന ഇതിഹാസത്തില് സീതാദേവി രാമനെയോർത്ത് ദുഃഖിച്ചിരുന്നത് ഈ അശോകവനത്തില് ശിംശിബ വൃക്ഷത്തിന്റെ ചുവട്ടിലാണ്. അപ്പൊ ഈ കാണുന്നതാണ് ശിംശിബ വൃക്ഷം. ഇതാണ് കേട്ടോ നമ്മുടെ ശിംശിബ വൃക്ഷം അല്ലേ? ശിംശിബ അല്ലേ? ഓക്കെ, ശിംശിബ വൃക്ഷം. അതിന് വലിയ ഇങ്ങനെ ഐതിഹ്യം ഉണ്ടല്ലേ സംഭവം? അതായത് സീതാദേവി രാവണൻ അപകരിച്ചുകൊണ്ട് പോയപ്പോ സീതാദേവി ദുഃഖിതയായിട്ടിരുന്നത്. ഓക്കെ ഓക്കെ, ശരി ശരി ശരി, കൊള്ളാം. രുദ്രാക്ഷമുണ്ട്, നമ്മുടെ ഒറിജിനൽ രുദ്രാക്ഷമുണ്ട്. ഇത് ചോല രുദ്രാക്ഷാണ്. ഇത് നമ്മൾ ജുവല്ലറിയിലൊക്കെ എടുക്കത്തില്ല, ചെറിയ ഇതിന്റെ കായാണ് അതിനായിട്ട് എടുക്കുന്നത്. ഇതിന്റെ കായാണ് എടുക്കുന്നത്. അവര് പോലിട്ടൊക്കെ എടുക്കുക. അത്രോട് സംഭവം അല്ലേ? മേളിലെ ചെറിയ കായ. രുദ്രാക്ഷ ഇതൊക്കെ ആദ്യം കാണുന്ന ഉള്ള കാര്യം പറയാലോ. ഈ സാധനം എല്ലാം നമ്മുടെ മൈക്രോപ്രസിനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആണെങ്കിൽ ഇങ്ങനെ പോരെ, കുടുംബം അടച്ചിങ്ങ് പോരെ. പിന്നെ നീർമാതളം, മാധവിക്കുട്ടിയുടെ നോവലിലെ ഒരു കഥാപാത്രമല്ലേ നീർമാതളം? അതെ അല്ലേ? ഓക്കെ, നീർമാതളം. ഇതിന്റെ പ്രത്യേകത ഒരു തണ്ടയിൽ 3 ഇല വെച്ചാണ്. അത് ശരി. ഒരു തണ്ട 3 ഇലേ വരുള്ളൂ. ഓക്കെ, കൊള്ളാം. മാധവിക്കുട്ടിയും നീർമാതളവും അല്ലേ? ഓക്കെ. ഒരുപാട് വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ ഒളിപ്പിച്ചു വെച്ചൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ മാംഗോ മെഡോസ്. ഇതിവിടെ മനോഹരമായിട്ട് പന നിൽപ്പുണ്ടല്ലോ. ഈത്തപ്പനയാണോ ഇതിന്റെ സംഭവം? ഇതോ ആനപ്പനയോ? ഓക്കെ ഓക്കെ. ഇതാണ് എണ്ണപ്പന. പാമോയിലൊക്കെ ഉണ്ടാക്കുന്ന ഇതിന്റെ പ്രോസസ് ചെയ്തത്. എണ്ണപ്പന അല്ലേ? ഓക്കെ, കൊള്ളാം. ഇനി നമ്മൾ അടുത്ത കാഴ്ച എങ്ങോട്ടാ പോണേ? അടുത്ത നമുക്ക് ഇനി കുറച്ചും കൂടി ഉണ്ട് ഇങ്ങോട്ട്. പിന്നെ പെഡൽ ബോട്ട്, കുട്ടവഞ്ചി. അതെ, ഓക്കെ, ശരി ശരി. ഇതൊരു ഒത്തളാണ്, ചുമന്ന ഒത്തളം എന്ന് പറയും. ആത്മഹത്യപ്പഴം എന്ന് കേട്ടത്. ഒത്തളങ്ങായുടെ ചുമന്ന. ആത്മഹത്യപ്പഴോ? അതിന്റെ സംഭവം സത്യമാണോ? മിഥുനെ കഴിച്ചേക്കല്ലേ ഉണ്ടോ? ചിലപ്പോ മിഥുൻ കയറി ചാടിക്കേറി കഴിക്കും, പറയാൻ പറ്റുമല്ല. ഇപ്പൊ കായൊന്നും ഇല്ലല്ലോ, പറിച്ചു കളഞ്ഞായിരിക്കും അല്ലേ? കുഴപ്പമില്ല. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട മരാണ്. കടുവാപിടുക്കൻ എന്ന് പറയും. കടുവാപിടുക്കൻ, ഓക്കെ. അതായത് ആദിവാസികളൊക്കെ അവരുടെ ഊരിന് ചുറ്റും ഇതൊരു ബൗണ്ടറി ആയിട്ട് വെച്ചുകൊടുക്കും. ഇതിന്റെ ഇലക്ക് പ്രത്യേകം ഒരു സ്മെല്ലുണ്ട്. നമുക്ക് മനുഷ്യർക്ക് അറിയത്തില്ല, മൃഗങ്ങൾക്ക് തിരിച്ചറിയാം. അപ്പൊ അവർ ആക്രമിക്കായിരിക്കും, വരായിരിക്കും. അപ്പൊ മൃഗങ്ങൾ അവരുടെ ഊരിന് ചുറ്റും വരത്തില്ല. അത് കൊള്ളാം കേട്ടോ, സംഭവം കൊള്ളാം. കടുവാപിടുക്കൻ, ഓക്കെ. ഇത് നമ്മുടെ പെഡൽ ബോട്ട് ഏരിയയാണ്. ഇത് നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആണ്. നമുക്ക് 4 പേർക്ക് ഒരു ബോട്ടയിൽ പോകാം. നമ്മൾ 2 പേര് ഇങ്ങനെ പെഡൽ ചവിട്ടി പോകണം. ഓക്കെ ഓക്കെ ഓക്കെ. സംഭവം കുറെ ബോട്ട് കിടപ്പുണ്ട് കേട്ടോ. 4 പേർക്ക് ഒരു ബോട്ടിൽ പോകാം അല്ലേ? ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ 350 ഇൻക്ലൂഡ് ആണ് കേട്ടോ. അതായത് എൻട്രൻസ് ഫീസിന്റെ അകത്ത് തന്നെ, എൻട്രി ഫീസിന്റെ അകത്ത് തന്നെ ഇൻക്ലൂഡ് ആണ് ഈ പെഡൽ ബോട്ട് അല്ലേ? കൊള്ളാം. അതൊക്കെ നമുക്ക് പിന്നെ ഒന്ന് പെനാളിലും ചവിട്ടാം. ഇപ്പൊ നമുക്ക് ചേച്ചി 1 മണിക്കൂർ കൂടെയുള്ളൂ. അപ്പം മാക്സിമം സംഭവങ്ങൾ കാര്യങ്ങൾ ചേച്ചി കാണിച്ചു തന്നിട്ട് പോകുന്നതായിരിക്കും. കുട്ടവഞ്ചിയാണ്, ബാസ്കറ്റ് ബോട്ട്. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ അല്ലേ? കുട്ടവഞ്ചി. കുട്ടവഞ്ചി കയറാൻ പേടി. 4 പേർക്ക് 6 പേർക്ക് പോകുന്ന വഞ്ചിയൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് വേണം തുഴയാൻ. നമ്മൾ 2 പേര് തുഴയണം. കൊള്ളാം. അപ്പൊ അങ്ങനെ കുറെ കൊട്ടവഞ്ചി സംഭവങ്ങളെല്ലാം കിടപ്പുണ്ട്. ഇവിടെ മീനുണ്ടോ ചേച്ചി? ഇതിന്റെ മീനുണ്ടല്ലേ? അപ്പൊ ഇതിനകത്ത് മീനെ പിടിക്കുന്ന പോലെ ഉണ്ടോ, അതോ ഇങ്ങനെ സ്ഥിരം ഇട്ടേക്ക് പോകണം? റെസ്റ്റോറന്റിലെ ആവശ്യത്തിന് വേണ്ടി ഇതിനകത്ത് പിടിച്ച് ഉപയോഗിക്കുന്നുണ്ടല്ലേ? അപ്പൊ ഇവിടെ തയ്യാറാക്കിയ സംഭവം തന്നെ നമുക്ക് റെസ്റ്റോറന്റ് കിട്ടുന്നു അല്ലേ? ഫിഷൊക്കെ അത്യാവശ്യം കൊള്ളാം.
ഇത് ഈ പനയുടെ പേരാണ് ബോട്ടിൽ പന, റോയൽ പന എന്നൊക്കെ പറയാം. നമ്മുടെ കുപ്പിയുടെ ഒരു മോഡലാണ് ആ പന. അതെ അതെ നല്ല എന്റെ പേരായിരുന്നു റോയൽ പന, റോയൽ പന, ബോട്ടിൽ പന. ബോട്ടിൽ പന. അതെ ഓക്കെ. അങ്ങനെ പേരൊക്കെ ഉണ്ടല്ലേ? മേടിച്ച് വിട്ടത്തെ കൊണ്ട് വെച്ചിട്ടുണ്ടോ? പക്ഷെ പേര് തെറ്റുന്നുണ്ടോ? ഇത് ഇവിടെയുണ്ട് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ടൗണാണ് ത്രിഫല. ഏതായിരുന്നു? ത്രിഫല. ത്രിഫല ഓക്കെ. അതിന്റെ പിന്നെ സംഭവം നമ്മൾ ഈ ത്രിഫല ചൂർണം എന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പം ഈ 3 വൃക്ഷങ്ങളാണ് നെല്ലിക്ക, താന്നിക്ക, കടുക്ക. ഓക്കെ ഓക്കെ. ആ സംഭവം അല്ലേ? വൃക്ഷത്തിന്റെ കായ്കളുടെ തോടാണ് നമ്മൾ ത്രിഫലക്കൂട്ടായിട്ട് എടുക്കുന്നത്. ത്രിഫലക്കൂട്ടായിട്ട്. അതൊരു തീമാക്കി നട്ടേക്കുവാണ്. ഓ അത് ശരി. ഒന്നിച്ചിങ്ങനെ ഇതാണ് താന്നി, അത് നെല്ലി, അത് കടുക്ക. 3 വർഷങ്ങൾ ഒന്നിച്ച് ചൂട്ടി നിൽക്കും. തീമാക്കി. ഇപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ താന്നിക്ക എന്ന് പറഞ്ഞ മരം. പിന്നെ ഇവിടെ നിൽക്കുന്ന നെല്ലി അത് അപ്പുറത്തേക്ക് കാണും. അത് ഇത് കടുക. ഓക്കെ. 3 മരങ്ങളും ത്രിഫലങ്ങൾ അല്ലെ ഒന്നിച്ച് നിൽക്കുന്നത് കണ്ടു. മരത്തിന്റെ കായ്കളുടെ തോടാണ് കൊള്ളാം കൊള്ളാം കൊള്ളാം. ഓക്കെ. അപ്പം അടുത്ത ഇവിടെ മനോഹരമായ വേറെ സംഭവം കേട്ടോ. നമുക്ക് ഒന്നിച്ച് ഞാൻ പറഞ്ഞില്ല ഫാമിലി ആയിട്ട് വന്നാലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ഇട്ട് വന്നാലും വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലം. കൊള്ളാം കേട്ടോ. ഇതിനെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഫിഷിംഗ് ഏരിയയാണ്, ചൂണ്ടയിടുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് ചൂണ്ടയും തീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ചൂണ്ടയൊക്കെ ഇട്ട് ഇവിടുന്ന് കിട്ടുന്ന മീനൊക്കെ കൊണ്ടാവും. അത് ശരി. മീനുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പം അത് വളരെ നേരം പോക്കായിരിക്കും കേട്ടോ. രാവിലെ വന്ന് കിട്ടണം. മീൻ ചൂണ്ടിട്ടൊരു മീൻ പോലും കിട്ടിയിട്ടില്ല. വേറെ കാര്യം കിട്ടുമല്ലേ? ഇതിനപ്പം നമ്മൾ ഇവിടുന്ന് ആദ്യത്തെ മീൻ പിടിച്ചോണ്ട് പോകുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ചൂണ്ടിയുടെ ചരിത്രത്തിലെ കേട്ടോ. കൊള്ളാം. അത് നമ്മുടെ ഈ 350 അകത്ത് പെടുന്ന സംഭവം തന്നെയാണല്ലേ? ഓക്കെ. പക്ഷി നിരീക്ഷണ കേന്ദ്രം. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ നല്ലൊരു നെൽപ്പാടവും സംഭവം കാണാം. നല്ല പച്ചപ്പ്. ചേച്ചി ബോട്ട് പോകുന്ന പറഞ്ഞ വഴി ഇതാണോ? അത് ഇതിലാണോ പോണേ? ഇതിൽ തന്നെ പാസ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് ബോട്ടിംഗ് വേണമെങ്കിൽ ബോട്ടിംഗ് എത്ര 100 രൂപ അല്ലേ? 100 രൂപ പെർ ഹെഡ് 100 രൂപയാണ്. അപ്പം ആ ബോട്ട് പോകുന്ന വഴി ഇത് തന്നെയാണ് കേട്ടോ. ബോട്ട് പോകുന്ന വഴിയല്ല, ബോട്ട് പോകുന്ന പുഴ അതും ഇത് തന്നെയാണ്. കൊള്ളാം. ഇതിനപ്പുറത്ത് വളരെ മനോഹരമായ കുറെ നല്ല പച്ച നെൽപ്പാടങ്ങളും അല്ലെ, കണ്ണത്താ ദൂരത്തോളം അല്ലെ. ഇനി ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ 2 സൈഡും നമുക്ക് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് മൊത്തം നല്ല മരങ്ങളും ഒരുപാട് സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചു വെച്ചു. ഇതൊക്കെ സംഭവം മറ്റേ നമ്മുടെ ഈ ബുദ്ധപാമ്പു അല്ലേ? ഷേപ്പ് ഈ ബുദ്ധപാമ്പു എന്ന് പറയുന്ന സംഭവം, അതായത് ശ്രീബുദ്ധന്റെ തലമുടിക്കെട്ട് പോലെ ഇങ്ങനെ ചുരുണ്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അല്ലേ ബുദ്ധപാമ്പു എന്നുള്ള പേര്. കൊള്ളാം. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഈ കാണുന്നത് ഇവിടെയുള്ള വേറൊരു സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. അതായത് ഇത് പ്രീമിയം ലെവലിൽ, അതായത് നമ്മളിവിടെ റൂം എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. ഇതൊരു മാംഗോയുടെ ഷേപ്പിലാണ് ഈ സംഭവം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് സാധാരണ അതായത് 1 ഡേക്ക് വേണ്ടി ഇവിടെ ഇരുന്നവർക്ക് ഇത് ഉപയോഗിക്കാം. പക്ഷേ 100 രൂപ പേ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. സംഭവം കൊള്ളാം. നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല നീല വെള്ളം എന്നൊക്കെ പറയില്ല നമ്മൾ, നല്ല തെളിഞ്ഞ വെള്ളം ഇവിടെ നിറച്ചിട്ട് അവർ സംഭവം അത് പരിപാലിച്ച് വരുന്നുണ്ട്. സംഭവം കൊള്ളാം എന്തായാലും. നമ്മളിപ്പം ഈ കണ്ട ഈ പൂളിനോട് ചേർന്ന് തന്നെ വേറൊരു വെറൈറ്റി ആയിട്ട് സംഭവം ഉണ്ടോ. അതായത് നമ്മൾ വലിയവരൊക്കെ പൂളിൽ കിടന്ന് അടിച്ചു പൊളിക്കുമ്പോൾ പിള്ളേർക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇവിടെ വേറൊരു ചെറിയ പൂള് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സംഭവം അപകടമുള്ള രീതിയിലൊന്നുമില്ല, അത്യാവശ്യം ചെറിയ കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ പിള്ളേർക്കാണെങ്കിലും വലിയ പ്രശ്നമുള്ള കേസൊന്നുമല്ല. അതുപോലെ തന്നെ മേളിൽ നിന്നൊക്കെ വെള്ളം വന്ന് വീണ് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരും ഇവിടെ സംഭവം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. സംഭവം കൊള്ളാം, അടിപൊളി. ഇത് മരൂരി എന്ന് പറയുന്ന ഏത് പറയോ? ഇതല്ലേ പേരായിരുന്നു? മരൂരി. പണ്ട് സന്യാസിമാരൊക്കെ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഇതിന്റെ തോല. ഓ അത് ശരി. ഓക്കെ. ഇത് ശരിക്കും വണ്ണം വെക്കുന്ന ഒരു മരമാണ്. അപ്പൊ ഇതിന്റെ തോല് ചെത്തി എടുത്തിട്ട് ഒരു ചതച്ചെടുക്കും. അപ്പൊ ഇലാസ്റ്റിക് പോലെ വരും. അത് ശരി. പേരണ മരൂരിയോ? മരൂരി. ഓക്കെ. ഉള്ള കിടന്നൊക്കെ ആദ്യം കാണുന്ന സംഭവങ്ങളാണ് കേട്ടോ. നമ്മൾ കണ്ടേക്കുന്ന വട്ടാ തേക്ക്, അഞ്ഞിലി പ്ലാവ്, തെങ്ങ്, ഇതൊക്കെ ഉള്ളു കേട്ടോ. ആദ്യമായിട്ട് ഈ മരൂരി. ഫ്രൂട്ട്സിന്റെ പേര് ഓക്കെ. മാംഗോ കോട്ടേജ്. ഓക്കെ, കൊള്ളാം. പിന്നെ മൽബറി, ഓറഞ്ച്, നട്ട്സ്, 4 4 കോട്ടേജ്.
ഓ, ഇത് നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ട കോട്ടേജിന്റെ ഫ്രണ്ട് സൈഡ് ആണോ? ഓക്കെ, നമ്മൾ നേരത്തെ ആ മീനൂട്ടിന് പോയില്ലായിരുന്നോ? മീനൂട്ടിന് പോയപ്പോൾ കണ്ട അവിടുന്ന് ബാക്ക് സൈഡ് ആണ് കണ്ടത് ആ കോട്ടേജിന്. അതായത് ചേച്ചി നേരത്തെ പറഞ്ഞായിരുന്നു ഇതിന്റെ അകത്തിരുന്നാണ് മീനിന് വേണം തീറ്റ കൊടുക്കാന്ന് പറഞ്ഞ സംഭവം അല്ലേ? ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ചെറിയൊരു കൂടാരം അവർ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയും ഒരു 4-5 പേർക്ക് ഇരിക്കാനുള്ള ചെറിയൊരു ബെഞ്ച് പോലത്തെ സെറ്റപ്പും ഉള്ള ഒരു കൂണിന്റെ ഒക്കെ ഷേപ്പിൽ ഇത് വളരെ മനോഹരമായ ഡിസൈനാണ് കേട്ടോ. സംഭവം കണ്ടു നോക്കി. അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പോകുന്ന വഴിക്ക് ഇവിടെ വലിയൊരു കൈ ഇങ്ങനെ പിരിച്ചു പിടിച്ചിരിക്കുന്ന സംഭവം കണ്ടോ. അപ്പോൾ എന്നാ നമുക്ക് ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി ഇതല്ലേ ചേച്ചി സംഭവം? ഇത് ഡയറക്ടർ ഹാൻഡ് അല്ലെ സംവിധായകന്റെ കൈ എന്ന് പറയും. സംവിധായകന്റെ കൈ. ഓ, വലിയൊരു മൊത്തത്തിന്റെ സംവിധായകൻ ഞങ്ങളുടെ സാറാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ മരങ്ങളിൽ ചെടികളൊക്കെ സാറിന്റെ കൈക്കുമ്പിൾ സുരക്ഷിതമാണെന്നുള്ള ഒരു മെസ്സേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അകത്ത് നിൽക്കുന്ന മരം അത്തിമരം എന്ന് പറയും. അത് കാട്ടത്തെയാണ് നമ്മൾ കഴിക്കുന്ന കിളികളൊക്കെയാണ് അതിന്റെ ഫലങ്ങൾ കഴിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ, കൊള്ളാം, സംഭവം കൊള്ളാം. അതായത് ഈ 35 ഏക്കറും സാറിന്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് അല്ലേ? അതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ നടന്ന് കുറേ ദൂരം പോകുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു നമ്മുടെ കൂണ്ട ഷേപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ച് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം കണ്ടു. അപ്പം നമ്മൾ ഏത് ചെറിയ തോട്ടങ്ങൾ എടുത്താലും അതിന് മേലുള്ള ഇങ്ങനൊരു ബോർഡ് കാണുന്നുണ്ട്. ഈ ഭാഗത്തെ മരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലും മലയാളത്തിലും അവരുടെ ആ സംഭവം എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് ഒരാൾ ഗൈഡ് കൂടെ ഇല്ലെങ്കിലും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവരിതെല്ലാം നമുക്കിവിടെ എഴുതി വെച്ച് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചേച്ചി അതിനേക്കാളെല്ലാം കുറച്ചും കൂടി വിശദമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ കാണുന്നത് ഒരു ഡീലക്സ് കാറ്റഗറി പെടുന്ന ഒരു കോട്ടേജ് ആണ്. ഇവിടെ ഏകദേശം ഒരു 10ഓളം റൂംസ് ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ നേരത്തെ വേണം, നമുക്ക് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരാം അല്ലേ ചേച്ചി? നേരത്തെ ബുക്ക് ചെയ്യാം. അതുപോലെ വന്നിട്ട് ബുക്ക് ചെയ്താൽ റൂം കിട്ടാൻ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അവർ അവിടുന്ന് പ്രൊവൈഡ് തരുന്നതായിരിക്കും. എന്തായാലും കൊള്ളാം. ഒരു ഡീലക്സ് കാറ്റഗറിയിലുള്ള 10 റൂംസ് അല്ലേ? 10 റൂംസ് ഉള്ള ഒരു കോട്ടേജ് ആണ് കേട്ടോ. മനോഹരമായ ഒരു കോട്ടേജ്. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ കണ്ട മനോഹരമായ മറ്റൊരു കാഴ്ചയാണ്. അത് കുറച്ച് മരങ്ങൾ ഒരു നല്ല അടിപൊളി ഒരു വഞ്ചിക്കകത്ത് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന രീതിയിൽ ഒരു അടിപൊളി സംഭവം. ഇവിടെ ചേച്ചി തന്നെ സംഭവം അത് അത് ശരി. ഓക്കെ, അത്തി അരയാല് പേരല്ലേ? ഓക്കെ, ഈ 4 മരം തോലെടുത്താണ് കൂട്ടുണ്ടാക്കുന്നത്. ഓക്കെ, വഞ്ചിക്കകത്ത് നാൽപ്പാമര വഞ്ചി അല്ലേ? ഓക്കെ, ആ 4 കൂട്ടം വൃക്ഷങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. വഞ്ചിക്കകത്ത് മനോഹരമായ രീതിയിൽ അവർ കൈകാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗാർഡൻ, ഈ ഏരിയ പറഞ്ഞ പേര് വാലന്റൈൻസ് ഡേ ഗാർഡൻ അല്ലേ? വാലന്റൈൻസ് ഡേ ഗാർഡൻ. അപ്പം അത്യാവശ്യം പ്രേമിക്കാനുള്ളവർക്കൊക്കെ ഇവിടെ മനസ്സമാധാനം പ്രേമിക്കാൻ പറ്റും അല്ലേ? മാന്യമായ രീതിയിൽ. ഓക്കെ, അപ്പം അങ്ങനെ നടന്ന് നമ്മൾ പോകുന്ന കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വേറൊരു സ്റ്റാച്യു കാണാൻ പറ്റും. ഇതിന്റെ സംഭവം എന്നാ? ഇത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. പകുതി മനുഷ്യനും പകുതി പ്രകൃതിയാണ്. പിന്നെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധം മുസ്ലിം നോക്കുന്ന ഒരു ഭാവി തലമുറ സ്റ്റാച്ചു ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് കേട്ടോ ഇതിന്റെ ഈ ഒരു സ്റ്റാച്ചുവിന്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതി മനുഷ്യനും തമ്മിൽ സ്നേഹിക്കുന്ന കാഴ്ച. അതിനോട് ചേർന്ന് തന്നെ ഭാവി തലമുറ ആ കാഴ്ച നോക്കി കാണുന്ന ഒരു സംഭവമാണ് ഈ ചോട്ടി കാണുന്ന ഈ കുഞ്ഞിനെ അവര് അല്ലെ? അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഈ ഒരു സ്റ്റാച്ചുവിന്റെ പിന്നിലുള്ള. മാംഗോ മെഡോസിലെ വ്യത്യസ്തമായ വേറൊരു കാഴ്ചയാണ് കേട്ടോ. ഇത് ഈ കാണുന്ന ഒരു ട്രീ ഹൗസ് ആണ്, മനോഹരമായ ട്രീ ഹൗസ് ആണ്. ഇതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞത് അത് നമ്മുടെ ന്യൂ കപ്പിൾസ്, അതായത് ഹണിമൂണൊക്കെ ആഘോഷിക്കാൻ വരുന്നവർക്ക് അല്ലേ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണെന്നാണ് പറഞ്ഞത്. അപ്പം സംഭവം കൊള്ളാം. നല്ല മരത്തിന് മുകളിൽ അല്ലെങ്കിലും അല്ലേ മരത്തിനാണ് ഉണ്ടാക്കി വെച്ചേക്കാണ് അല്ലേ? വളരെ മനോഹരമായിട്ട് തന്നെ സംഭവം ചെയ്തിട്ടുണ്ട് അവർ. കുറേ മരം പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിൽ നല്ല ഡിസൈൻസ് ഒക്കെ തയ്യാറാക്കി. ബാക്കിലെ കുറേ കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. സംഭവം നല്ല ഗേറ്റ് ലോക്കാണ്, അല്ല നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കാഴ്ചകൾ കാണാമായിരുന്നു. അപ്പം ഇന്ന് അവർ കസ്റ്റമർ ഇല്ലാത്തതാണോ തോന്നുന്നു, എന്നാലും ഗേറ്റ് ലോക്കാണ്. ഇത് അതുപോലെ മറ്റൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കേട്ടോ. അതായത് വൃക്ഷകന്യകയാണിത്. അതായത് നമ്മുടെ മാംഗോ മെഡോസിൻ്റെ ഈ ഒരുപാട് മരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള മറ്റൊരു സിമ്പിളാണിത്. നമ്മുടെ പ്രകൃതിയോടുള്ള സ്നേഹം വ്യക്തമാക്കുന്ന മറ്റൊരു സിമ്പിളാണ് ഒരു വൃക്ഷകന്യക.
ഈ കാണുന്നതാണ് നക്ഷത്രവനം. അതായത് നമ്മുടെ നാൾ വൃക്ഷങ്ങളൊക്കെയാണ് ഇവിടെ. അശ്വതി തൊട്ട് രേവതി വരെയുള്ള നാളും ആ നാളിന്റെ വൃക്ഷങ്ങളുമാണ്. അശ്വതിയുടെ കാഞ്ഞിരാണ്, ഭരണിയുടെ നെല്ലി, കാർത്തികയുടെ അത്തി, രോഹിണിയുടെ ഞാവലി, അങ്ങനെ നമുക്ക് 27 നാളിന്റെ മരങ്ങളാണ് ഇവിടെ. അതല്ലേ 27 നാളിന്റെ മരങ്ങൾ മൊത്തം ഉണ്ട് കേട്ടോ. ഇതിനെ നിന്റെ നാളേതാ? ഏതാ? അനിഴം. ചേച്ചി അനിഴം എന്ത്? അനിഴത്തിന്റെ ഇലഞ്ഞി എന്ന് പറയുന്ന മരം. ഇലഞ്ഞിയാണല്ലേ? അത് ശരി, ഓക്കെ. അശ്വതി ഞാനാ, എന്റെ മരം ഏതാ? കാഞ്ഞിരോ? കഴിക്കും. എന്ത് എന്തായാലും കാണട്ടെ. ഓ അല്ല മാവോ മുന്തിരിയോ ഒക്കെ കൊടുക്കാമായിരുന്നു കേട്ടോ. ഒരു ചെയ്തായി പോയി. അശ്വതി കാഞ്ഞിരം. കുഴപ്പമില്ല. സ്വന്തം നാളിന്റെ മരം തപ്പി നടക്കുന്നവർ മാംഗോ പ്രൊഡക്ട്സ് വന്നു കഴിഞ്ഞാൽ സ്വന്തം മരം നോക്കി അല്ലേ മനസ്സിലാക്കി പോകാൻ പറ്റും. അപ്പോൾ അവിടെ വളരെ മനോഹരമായ മറ്റൊരു നല്ല സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഒരു മരമുണ്ട് കേട്ടോ. അതിനെ സംഭവം ഉത്രം ഇത്തിയാണതല്ലേ? ഇത്തി. ഓക്കെ. ബോധിവൃക്ഷം. അത് ശരി. ഇതിനെ കുറച്ച് 10 മിനിറ്റ് ചവിട്ടി പോയി നിർന്നു. നമ്മുടെ കോട്ടയം ജില്ലയിലെ മാംഗോ മെഡോസിലെ നക്ഷത്രവനത്തിലെ ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ മാംഗോ മെഡോസിനെ വ്യത്യസ്തമാക്കുന്ന ഒരു പുല്ലാങ്കുഴൽ നാദമാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ ഒരു ചേട്ടൻ ഇവിടുന്ന് പുല്ലാങ്കുഴൽ വായിക്കുന്ന ഒരു കാഴ്ചയും അതിന്റെ ആ മനോഹരമായ ശബ്ദവുമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ ആയിരുന്നു കേട്ടോ. ചേട്ടന്റെ പേരെന്താ? ജയൻ. കൊള്ളാം കേട്ടോ. നല്ല വായനയായിരുന്നു. കൃഷ്ണൻ ഞാനൊരു ചെറിയൊരു പാട്ടുകാരനാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പാട്ടുകാരനാണ് ചെറുതായിട്ട് കീബോർഡ് വായിക്കും. അപ്പം കൊള്ളായിരുന്നു കേട്ടോ. നല്ല പ്ലേയിങ് ആയിരുന്നു. അപ്പം നമ്മുടെ മാംഗോ മെഡോസിനെ വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവം തന്നെ ഈ പുല്ലാങ്കുഴൽ നാദമാണല്ലോ അല്ലേ? ഓക്കെ. എത്ര നാളായി ഇവിടെ? എനിക്ക് ഇവിടെ 4 വർഷമായി. 4 വർഷം അല്ലേ? ഓക്കെ. അപ്പം നമ്മളെ ഈ എനിക്ക് ഇവിടെ വേറെ ആളെ നിൽക്കും. നാളെ വരും അവനെ. ഇന്ന് ലീവ്. നാളെ ആരാ നിൽക്കുന്നേ? നാളെ വേറെ ഇവിടുത്തെ ആൾക്കാർ. അതെ അല്ലേ? ഓക്കെ. അങ്ങനെ മാറി പലരുണ്ടോ സംഭവം? അങ്ങനെ അല്ലേ? അവനെ ലീവ് എടുക്കുക, അല്ലെങ്കിൽ ഞാൻ വരും. ഓക്കെ. നേരത്തെ ഇവിടെ വായിച്ചോണ്ട് എനിക്ക് അറിയുന്നത് ജയൻ എന്ന് പറഞ്ഞ ആളാണ്. ജയൻ ചേട്ടനെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം ആളെ നീട്ടി ആണല്ലേ? ഓക്കെ. ജയൻ ചേട്ടൻ എനിക്ക് പുള്ളിക്ക് എന്നെ പരിചയമായിരിക്കും, പക്ഷെ എനിക്ക് ജയൻ ചേട്ടനെ പരിചയമുണ്ട്. അപ്പൊ ജയൻ ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജയൻ ചേട്ടൻ ഹായ് കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. നല്ലൊരു അനുഭവം, വ്യത്യസ്തമായ അനുഭവമായിരുന്നു. കൊള്ളാം. അടിപൊളി കേട്ടോ. കാണുന്നത് നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ ആണ്. വെജിറ്റബിൾ ഗാർഡൻ അല്ലേ? ഓക്കെ. നമ്മുടെ പല വെറൈറ്റിയിലെ മധുരക്കിഴങ്ങുകളൊക്കെ ഉണ്ടോ? അത് ശരി. ഓക്കെ. മധുരക്കിഴങ്ങ്, രാമച്ചം, ചോളം. ഓക്കെ. ചോളമൊക്കെ നമുക്കിവിടെ കിട്ടും അല്ലേ? അത് ശരി. ഓക്കെ. ഇത് പെരിഞ്ചീരകം. അതേതാണോ പെരിഞ്ചീരകം? ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇതിന്റെ ഇലയ്ക്ക് വല്ല മണമുണ്ടോ? ശരി കേട്ടോ. ഇതിന്റെ ഇലയ്ക്ക് നല്ലൊരു മണമുണ്ട്. പെരിഞ്ചീരകത്തിനോട് തന്നെ ഒരു മണം അല്ലേ? ഇതന്നെ സംഭവം സഫേദ് മുസ്ലിം നാടൻ. ഓക്കെ. കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഈ വെള്ളമൊക്കെ ഒത്തിരി ഈ മഴയൊക്കെ ആയതുകൊണ്ടോ കുറെ സാധനങ്ങളൊക്കെ ചെറിയതായിട്ട് നിൽക്കുന്നു അല്ലേ? പിന്നെ ഇപ്പുറത്ത് കാണുന്ന നമ്മുടെ മാന്തോപ്പുകൾ. നമുക്കിവിടെ പല ഭാഗത്തായി 101 തരം മാവുണ്ട്. അതാണ് ഇതല്ലേ? 101 തരം മാവുകളുണ്ടല്ലേ? അത് ശരി. അത്രയും മാവൊക്കെ ഉണ്ടോ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന കേട്ടോ. പിന്നെ ഇത് ചുമട് താങ്ങിയില്ലേ? പണ്ട് കാലത്ത് പരസഹായമില്ലാണ്ട് ചുമടൊക്കെ മനസ്സിലായി. ഇതാണ് ചുമട് താങ്ങി കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന വേറെ സംഭവമാണ് ചുമട് താങ്ങി. കേട്ടിട്ടുണ്ട്. ഇതിന്റെ മേലോട്ട് സാധനം കയറ്റി വെച്ച് തന്നെ അല്ലെ പരസഹായം ഇല്ലാതെ വണ്ടിയൊന്നും ഇല്ലാത്ത കാലത്ത് ആൾക്കാർ ചുമടൊക്കെ എടുത്ത് മടുത്ത് വരുമ്പോൾ ഇതിന്റെ മേലിൽ കയറ്റി ഇറക്കി വെക്കും. ആരുടെ സഹായമില്ലാണ്ട് അവർക്ക് ചുമട് തലയിൽ. ഓക്കെ. അപ്പം ഇത് മറ്റൊരു വ്യത്യസ്തമായ കാഴ്ചയാണ്. ചുമട് താങ്ങി കേട്ടോ. ഇതിനെ കേട്ടല്ലോ, ചുമട് താങ്ങിയാണിത്.
പച്ചക്കറിത്തോട്ടം കുറച്ചങ്ങോട്ട് ദൂരമായിട്ട് കിടക്കാൻ തോന്നുന്നല്ലോ. വിവിധ തരത്തിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും സംഭവങ്ങളും കാര്യങ്ങളും. നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന പച്ചക്കറികളൊക്കെ നമുക്ക് ഇവിടെ ഒരു സ്റ്റാളുണ്ട്, ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ വിൽപ്പനയ്ക്ക് വെക്കുന്നത്. അതെ അല്ലെ, വിഷമൊന്നും അടിക്കാത്ത അല്ലെ, ഓർഗാനിക് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഇവിടെ ഒരു നാരങ്ങ ഉണ്ട് കേട്ടോ, ചില വലിയ നാരങ്ങ തന്നെയാണ്. നമ്മൾ സാധാരണ നമ്മുടെ നാടൻ ചെറിയ നാരങ്ങ അല്ല ഇത്. ഏകദേശം ഒരു നാരങ്ങ, ഇത് മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് നാരങ്ങ വേണമെങ്കിൽ ലൈവായിട്ട് നാരങ്ങ പറിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഈ കാണുന്നത് നമ്മുടെ മധുരത്തുളസി എന്ന് പറയുന്ന സംഭവം കേട്ടോ. ഞാൻ സാധാ തുളസി കണ്ടിട്ടുണ്ട്. ചേച്ചി പറഞ്ഞ ഇത് മധുരത്തുളസി. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഞ്ചസാരക്കാലം 30 ഇരട്ടി മധുരമായിരിക്കും അല്ലെ, 30 ഇരട്ടി മധുരമായിരിക്കും എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പം വെള്ളം തിളപ്പിച്ച് കുടിക്കാനും അല്ലേ ചേച്ചി, വെള്ളം തിളപ്പിച്ച് കുടിക്കാനും പിന്നെ അതെ അല്ലേ, കട്ടൻ ചായ പോലെ കുടിക്കാൻ പറ്റുന്ന സംഭവം. അപ്പോൾ നമുക്ക് ഒരു ഇലയൊന്ന് പറിച്ചു നോക്കാം കേട്ടോ, കഴിച്ചു നോക്കാം. കൊള്ളാം. ഇതിനെ പുറം കഴിച്ചു നോക്കി, മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കറിത്തോട്ടത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് നടന്നു വരുന്ന വഴിക്ക് ഇവിടെ വളരെ മനോഹരമായ വേറൊരു കാഴ്ച ഉണ്ട് കേട്ടോ. ഇന്നത്തെ തലമുറയൊന്നും കാണാത്ത ഒരു സംഭവമാണ്. അതായത് ലൈവ് കണ്ടിട്ടില്ലായിരിക്കും ഒരു പക്ഷേ, പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കലപ്പ ഏന്തിയ ഒരു കർഷകൻ, ഇതാണ് കേട്ടോ കലപ്പ എന്ന് പറയുന്ന സംഭവമാണ് ഇത്. അപ്പോൾ കലപ്പ ഏന്തിയ ഒരു കർഷകന്റെ ഒരു സ്റ്റാച്യു ആണ് ഈ കാണുന്നത്. അത് നമ്മുടെ ഈ പച്ചക്കറിത്തോട്ടത്തോട് ചേർന്ന് തന്നെ അവരവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. സംഭവം കൊള്ളാൻ കേട്ടോ, നല്ലൊരു മെസ്സേജാണ് ഇതിൻ്റെ അന്നൊക്കെ കിട്ടും. നമ്മൾ ഇന്നത്തെ തലമുറയൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഈ കലപ്പ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ. അപ്പോൾ അതൊക്കെ ഇതിനെ നന്നായിട്ടൊന്ന് സൂം ചെയ്ത് തന്നെ എടുത്തോ കേട്ടോ, എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. കൊള്ളാം. ഈ കാണുന്നത് നമ്മുടെ തക്കാളി വഴുതന എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ. അതായത് നമ്മുടെ സാധാ വഴുതന പോലെയല്ല, നല്ല അത്യാവശ്യം തക്കാളി പോലെ ഉരുണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് തക്കാളി വഴുതന എന്ന ഈ സംഭവം അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാഴ്ചകളും ഇവിടെ പൂർണ്ണമാവുകയാണ് കേട്ടോ. പൂർണ്ണമാവുകയല്ല, ഇതിന്റെ പാർട്ട് 2 അടുത്ത ദിവസം തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, ഇത് ഒറ്റ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് കൂടി പോകും കേട്ടോ. ഏകദേശം നമുക്ക് 2-2.5-3 മണിക്കൂറോളം വീഡിയോ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ പാർട്ട് 2 കൂടെ അടുത്ത ദിവസം തന്നെ മനോഹരമായ കാഴ്ചകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായും ലൈക്ക് ചെയ്യണം, അതുപോലെ വീഡിയോ ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം അടുത്ത ദിവസം നമ്മുടെ ഏതാണ് മാംഗോ മെഡോസിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കാം. അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.